ഇതില് നോക്കുകയാണെങ്കിലല്ലേ എല്ലാ തരം വെറൈറ്റി ഏകദേശം ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ട്ടോ. കണ്ടോ? എല്ലാം കണ്ടില്ലേ ഇതിന്റെ ഇവിടെ പാറ്റേൺ ഒക്കെ കണ്ടിട്ടോ. സ്നേക്ക് സ്കിൻ. സ്നൈക്ക് സ്കിൻ എന്നാണ് ഇതിന്റെ പേര്. അതായത് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് നമ്മൾ ഭയങ്കര കോഴി ഫിഷ് ഫാമിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ജാപ്പനീസ് കോഴിക്കാർപ്പുകൾ മാത്രം ചെയ്യുന്ന ഒരു ഫാമാണിത്. കണ്ടില്ലേ, അതായിരുന്നാല് ഇമ്പോർട്ടഡ് ജാപ്പനീസ് കാർപ്പുകൾ മാത്രം ചെയ്യുന്നുള്ളൂ കേട്ടോ. ഒട്ടനവധി ഇപ്പൊ നമ്മളെ ബാക്കിൽ നോക്കിയാൽ കാണാം, ചെറിയ സൈസ് മുതൽ വലിയ ബ്രീഡിംഗ് പെയർ വരെ ഇവരുടെ കയ്യിലുണ്ട് കേട്ടോ. ഇതെല്ലാം നിങ്ങൾക്ക് എവിടുന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കുന്നുണ്ട്. അതായത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഇവിടെ വാട്സപ്പ് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നതായിരിക്കും. അതായത് ഇവിടെ ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതിന് ഈ വേങ്ങരത്തെ കോഴി ഫിഷ് ഫാമിലുണ്ടല്ലോ, നല്ല അടിപൊളി ജാപ്പനീസ് കാർപ്പുകൾ ഒരുപാടുണ്ട്. പലതരം പ്രിന്റിങ്ങിലും എല്ലാ തരം മോഡൽസുകൾ കണ്ടില്ല ഇവിടെ വന്നില്ലേ. ചെറിയ സൈസ് മുതൽ വലിയ വലിയ സൈസ് വരെ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഒരുപാട് കാർപ്പിന്റെ എല്ലാ പേരുകളും ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അവിടെ ചെറിയ സൈസ് ഉണ്ട്, വലിയ സൈസ് ഉണ്ട്, എല്ലാം തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇതിനു മുന്നേ ഈ ഫാമിൽ നിന്നാണ് വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ ഇനിയും വന്നിട്ടാണ് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പൊ വീണ്ടും ഈ ഫാമത്തെ വിശേഷങ്ങളൊക്കെ എല്ലാം തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരമാവധി എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പൊ നമുക്ക് ഈ ഭയങ്കരത്തെ കോഴി ഫിഷ് ഫാമത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഈ കോഴി ഫിഷ് ഫാം സ്ഥിതി ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ കൂരിയാടാണ്. കൂരിയാട് ജസ്റ്റ് ഒരു 200 മീറ്റർ ഡിസ്റ്റൻസിലൊക്കെ ഈ ഒരു ഫാം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നേരെ നമുക്ക് ഈ വീഡിയോയുടെ വിശേഷങ്ങൾ കാണാം. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൺ ബ്രീഡും അല്ല ഇമ്പോർട്ടഡും ചെയ്യുന്നുണ്ടല്ലേ? അതെ, കുഞ്ഞുങ്ങളൊക്കെ നിങ്ങൾ ബ്രീഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും? ചെറിയ കുഞ്ഞുങ്ങളില്ല, ഒരു 4 ഇഞ്ച് മുതലുള്ള കുഞ്ഞുങ്ങളാണല്ലോ സീഡിലടിയില്. ഇത്ര വലിയ സൈസ് ഇപ്പൊ സെയിലിംഗ് ഉണ്ടാവുമോ? വലിയ ബ്രീഡും പേരൊക്കെ സെയിൽ ഉണ്ടാവൂലേ? ഇത് ഏതാണ് ഇപ്പൊ ഇമ്പോർട്ടഡ്? ഇത് മട്സൂബ. മട്സൂബ. ആ, ഏതാ? ഫുൾ ഗോൾഡ് ആണ് ഇത് വന്നിട്ടുള്ളത്? ഫുൾ ഗോൾഡ് ആണല്ലേ? ഇത് ഏകദേശം ഇപ്പൊ എത്ര ഇഞ്ച് ഉണ്ടാവും? ഇതൊരു 30 സെന്റിമീറ്റർ. ആ, ഏകദേശം ഒരു 12 ഇഞ്ചോളം ഉണ്ടാവൂലേ? നല്ല അടിപൊളി ബ്രീഡിംഗ് പേരാണ് പോയി കിടക്കുന്നത്. ഇതിപ്പോ ഫീമെയിലോ മെയിലോ ഞങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റുമോ? അതൊക്കെ അറിയാലേ? ഇത് എത്ര പ്രായമാകുമ്പോഴാണ് എഗ് ഇതാകല് തുടങ്ങല്? എഗ് നമ്മളൊരു പേരന്റ് തെരഞ്ഞെടുക്കുമ്പോ ഏകദേശം വലിയ സൈസിൽ നോക്കിയിട്ട് തെരഞ്ഞെടുക്കും. ആ, നിങ്ങൾ എല്ലാം തന്നെ ക്വാളിറ്റി നോക്കിയിട്ടാണ് എടുക്കുന്നത്. ഇവിടെ ഇപ്പൊ ഏകദേശം എത്രത്തോളം വെറൈറ്റി സാധനങ്ങൾ കിടക്കുന്നുണ്ട്? 10-12 വെറൈറ്റി ഉണ്ടാവും. 10-12 വെറൈറ്റികൾ ഉണ്ടല്ലേ? അത് നമ്മളെ ഇന്ത്യൻ കാർപ്പുണ്ടോ? ഇന്ത്യനെ ഇപ്പൊ നമ്മളെടുത്തില്ല, ഇന്ത്യൻ ചെയ്യുന്നുണ്ട്. ഓൺ ബ്രീഡ് ചെയ്യുന്നുണ്ട്. ഓൺ ബ്രീഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ഇല്ല, ഫുള്ള് ജാപ്പനീസ് ആണല്ലേ? പാരന്റ് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ചെയ്യുന്നതാണ് ഉള്ളത്. ഇവിടെ ബ്രീഡ് ചെയ്താണ്ട് കുഞ്ഞുങ്ങളെ സെയിലും ചെയ്യും. അപ്പം എല്ലാം തന്നെ ഇത് ഹോൾസെയിൽ ആയിട്ടാണ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ റീറ്റെയിൽ ആയിട്ട് ഒരു പീസ് 2 പീസ് അങ്ങനെ എന്നാലും കൊടുക്കും? നമ്മള് ഡെലിവറി ചെയ്യുമ്പോ 10 പീസാണ് മിനിമം. 10 പീസ് ആണല്ലേ? വലുതാവുമ്പോ പിന്നെ 1-2 കൊടുക്കും. വലിയ പീസ് ആകുമ്പോൾ 1-2, ചെറുതാവുമ്പോ 10 പീസ് മിനിമം 10 പീസൊക്കെ മിനിമം ചെയ്യുന്നില്ലേ? നമുക്ക് ഇവിടുത്തെ ഓരോന്നിനും വെറൈറ്റി വരുന്ന പരിചയപ്പെട്ടാലോ? അപ്പൊ ഇതിപ്പോ ഏതാ വെറൈറ്റി? ഇത് ജിൻറിൻ മെറ്റാലിക് വെറൈറ്റിയിൽ വരുന്നതാണ്. ജപ്പാൻ വെറൈറ്റിയിലോ? മെറ്റാലിക് വെറൈറ്റി വരുന്നല്ലേ? ജിൻറിൻ അതിന്റെ മുകളിൽ കണ്ടോ? ജിംബ്രി പാറ്റേൺ വരുന്ന ഇതാണ് മോഡൽ. ഇതിന്റെ പേരാണ് ജിംബ്രി വരുന്നത്. ഇതൊക്കെ ഇപ്പം ഏതായിരിക്കും, ഫീമെയിലോ മെയിലോ ആയിരിക്കും? ഇത് മെയിലാണല്ലേ? നമ്മൾ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ? നോക്കി കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവില്ലേ? ഈ ഫീമെയിൽ ഏകദേശം വയറിന്റെ ഭാഗം അങ്ങനല്ല, അതൊരു ഏജ് വരുമ്പോ എഗ് ലോഡ് ആവും. ചെയ്യുമ്പോഴല്ലേ? അൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ മെയിൽമാരി ഉണ്ടാവും. പക്ഷെ നമുക്ക് അതിന്റെ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ അടുത്തടുത്തല്ലേ നല്ല അടിപൊളി നല്ല സൈസ്. അത് ഏകദേശം നല്ല ഓറഞ്ച് കളർ കേട്ടോ. ഓറഞ്ച് കളർ, ഫുൾ ഓറഞ്ച് കളറ്. നമ്മൾ ആദ്യം എടുത്തതിനെക്കാട്ടി ഏകദേശം വലിയൊരു സൈസ് തന്നെ ഉണ്ട് ഈ മീൻ പറഞ്ഞാല്. കണ്ടോ, നല്ലൊരു വെറൈറ്റി കളറ്, നല്ല വർക്ക്, പാറ്റേൺ ഉണ്ടല്ലേ ഇതിന്റെ ഇവിടെ പാറ്റേൺ ഒക്കെ ഉണ്ട്. സ്നേക്ക് സ്കിൻ എന്നാണ് അതിന്റെ പേര്. അതായത് ഈ പാമ്പിന്റെ തുണിക്ക് പറ്റില്ല അതല്ലേ വന്നിട്ടുള്ളത്. കണ്ടോ, നല്ല അടിപൊളി വർക്ക് സാധനമാണ് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ഇതിന്റെ കുഞ്ഞുങ്ങളിപ്പോ ഉണ്ടോ ഇവിടെ? ഇതിന് കുഞ്ഞുങ്ങളുണ്ടല്ലേ? ആദ്യം കണ്ടതൊക്കെ കുറച്ച് വലിയ സൈസ് ആയിരുന്നു. ഇത് അതിനേക്കാളും കുറച്ചും കൂടി ചെറിയ സൈസ് ഉള്ളതാണ് അപ്പോൾ ഇപ്പൊ നമ്മൾ കാണുന്നത്. അപ്പൊ ഇതിന്റെ പേരെന്താണ്? ജിംബ്രി. നമ്മൾ നേരത്തെ കാണിച്ച തന്നെ മോഡൽ തന്നെയല്ലേ? അതിന്റെ കുഞ്ഞുങ്ങളെ കുറച്ച് വലുതായതാണല്ലേ? ഇത് വേറൊരു ഡിസൈൻ വന്നിട്ടുള്ളത്.
ഇനി നോക്കുകയാണെങ്കിൽ നമ്മളെ പ്രിന്റിങ് വരുന്ന മോഡലാട്ടോ ഇപ്പോൾ കാണുന്നത്. ഇതും വേറെ തരം പ്രിന്റിങ് ആണ്. ഒരുപാട് തരം പ്രിന്റിങ് ഉള്ള മോഡൽസ് ഉണ്ടല്ലേ കേട്ടോ. ഇത് ജിംലിൽ തന്നെയാണ് ഇപ്പോൾ. അപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിലല്ലേ എല്ലാ തരം വെറൈറ്റി ഏകദേശം ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ. നല്ല പ്രിന്റിങ് ഉള്ള മോഡൽ കാണോ. അതിന്റെ പേരെന്താ ഇപ്പൊ, ഇതിന്റെ പേരെന്താ? ബ്ലാക്ക്. ഫുൾ ബ്ലാക്ക് ആണോ വന്നിട്ടുള്ളത്? ഫുൾ ബ്ലാക്ക് ആണല്ലേ. ഫുൾ ബ്ലാക്ക് ഇപ്പൊ അധിക സ്ഥലത്തൊന്നും അങ്ങനെ ഉണ്ടാവില്ല. ഇവിടെ ഉണ്ടല്ലേ യെല്ലോ യെല്ലോ ലോഗോ ശോഭ. മെറ്റാലിക് നമ്മൾ നേരത്തെ കണ്ടല്ലേ. കൊവാക്കോ. ഇതെല്ലായിടത്തും കോമൺ ആയിട്ട് കാണുന്ന ഒരു വെറൈറ്റി ആണ് അല്ലേ. ഇതിന്റെ ഓരോ പ്രിന്റിങ്ങിനനുസരിച്ചല്ലേ ഇതിന് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ പോലെ. നമ്മൾ ഹോൾസെയിൽ ചെയ്യുമ്പോൾ 10 പീസ് കൊടുക്കുമ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തോ മിക്സ് ആയിട്ടല്ലേ കൊടുക്കല്. മെറ്റാലിക് ബ്ലൂ, ഓറഞ്ചും ബ്ലൂ ഷെയ്ഡും കൂടി വന്നിട്ടുള്ളത്. ഇതില് നോക്കുകയാണെങ്കിൽ ഒരുപാട് വെറൈറ്റി ഉണ്ട്. നമ്മളാണെങ്കിലും മഞ്ഞയും ബ്ലാക്കും കൂടി വരുന്ന പ്രിന്റിങ് ഉള്ളുണ്ട്. അതായത് ഓറഞ്ച് ഉണ്ട്, വൈറ്റും ബ്ലാക്കും കൂടി വരുന്ന പ്രിന്റിങ് ഉണ്ട് കണ്ടോ. എല്ലാ തരം ഉണ്ട് കേട്ടോ. ചെറിയ ചെറിയ മോഡൽസ്. ഇതിപ്പോ ഏകദേശം പറഞ്ഞാല് ഏകദേശം ഒരു 3 ഇഞ്ചിന് മുകളിലുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞുങ്ങൾ ഇവിടെ സെയിലിനുള്ളതാണ്. ഇവിടെ സാധനങ്ങളാണ്. ഇനി വലിയ ബ്രീഡിംഗ് പേര് എല്ലാം തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. തന്നെ ഒരു കാശ് നമ്മള് അധികം ഒന്നും പേരും ഇതൊന്നും കാണിക്കുന്നില്ല. നമ്മൾ എല്ലാത്തിന്റെ റേറ്റ് കാര്യങ്ങളൊന്നും പറയാത്ത എന്താന്ന് ചോദിച്ചാല് നമ്മളിവിടെ വാങ്ങാൻ വരുന്ന സമയത്ത് ചിലപ്പോൾ പല പല ഇഞ്ചുകളിലല്ലേ സൈസുകളിലല്ലേ മീനുകളെ കയറേണ്ടത്. അതുകൊണ്ടാണ് പലപ്പോഴും പല റേറ്റും കാര്യങ്ങളൊക്കെ കയറാം. അതുകൊണ്ടാണ് നമ്മുടെ റേറ്റും കാര്യങ്ങളൊന്നും പറയാത്ത കേട്ടോ. നമ്മൾ റേറ്റും കാര്യങ്ങൾ കയറണമെങ്കിൽ ഇവരെ ഇനി കൂടുതലായിട്ട് വിളിച്ച് ചോദിച്ചാൽ തന്നെ ഇവരെ കാര്യങ്ങൾ റേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു തരും കേട്ടോ. ഇവിടെ കൂട്ടം കൂടിയാണ്ട് എല്ലാ മീനുകളും തീറ്റെടുക്കുന്ന കാഴ്ചയുണ്ട് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉണ്ടോ. അടിപൊളി കാഴ്ചയാണ്. അപ്പൊ ഇതെല്ലാം വേണ്ട ഈ മീനിനൊക്കെ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഇവരെ വാട്സപ്പ് നമ്പറിലേക്കോ അല്ലെങ്കിൽ ഇവരെ ഇൻസ്റ്റയിലോ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും കേട്ടോ. ഉണ്ടോ പലതരം വെറൈറ്റി പ്രിന്റിങ്ങുകളുണ്ട്. അതേപോലെ ഇവിടെ വന്നിട്ടുണ്ട്, അവിടെ ഉണ്ട് ഏകദേശം അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന മീനുകളെ കളക്ഷൻ തന്നെയാണ്. അപ്പൊ ഇതിലുള്ളതെന്ന് പറഞ്ഞാൽ ഏകദേശം 5 ഇഞ്ചോളം സൈസുള്ള കാർപ്പുകളാണ് കണ്ടോ. ഇതിൽ നിന്ന് ഏകദേശം ഒരേ തരം പ്രിന്റിങ് ഉള്ളതിനാണ്. ഇതിന്റെ വലിപ്പം 5 ഇഞ്ചാണെന്നേ ഉള്ളൂ കേട്ടോ. അതിന് അവിടെ കാണുന്ന എത്ര ഇഞ്ചാണ്? 4 ഇഞ്ചിലെ. അപ്പൊ ഇതാണ് നമ്മളെ കാർപ്പുകൾക്കുള്ള തീറ്റ തീറ്റ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള തീറ്റയാണ്. ഇത് വേണമെങ്കിൽ ഇന്ത്യയിൽ എവിടേക്ക് വേണമെങ്കിലും ഇവിടെ കൊറിയർ ചെയ്ത് തരും കേട്ടോ. അതേമാതിരി ഇവിടെ കാണുന്ന മീനുകളായാലും ഇവിടെ കൊറിയർ ചെയ്ത് തരും കേട്ടോ. ഇവിടെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങൾ മറ്റു ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ റേറ്റ് നമ്മൾ പറയുന്നില്ല. റേറ്റ് കാര്യങ്ങളൊക്കെ അറിയേണ്ടവർ ഇവിടെ വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്താൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു കിടിലൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ബൈ.